കണ്ണൂർ കൂത്തുപറമ്പ് നഗരസഭയിലെ CPM കൗൺസിലർ വയോധികയുടെ മാല മോഷ്ടിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെ. ജാനകി വീട്ടിൽ തനിച്ചാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് രാജേഷ് മോഷണത്തിനെത്തിയത്. മാല കവർന്നത് കൗൺസിലറാണെന്നറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ജാനകി. നമ്പർ പ്ലേറ്റ് മറച്ച നീല സ്കൂട്ടറിലാണ് രാജേഷ് ജാനകിയുടെ വീട്ടിലെത്തിയത്. കൗൺസിലറായതിനാൽ ആരും തിരിച്ചറിയാതിരിക്കാൻ മഴക്കോട്ടും ഹെൽമറ്റും ധരിച്ചിരുന്നു. വീട്ടിലും പരിസരത്തും മറ്റാരുമില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് പ്രതി ജാനകിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ഞാൻ മീനും മുറിച്ച് കഴിയുമ്പോൾ ആത്ത് ഒരാൾ കയറുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്താ ഹെൽമറ്റ് കഴിച്ച് വെക്കാതെ എന്ന് പറയുമ്പോഴത്തേക്ക് അവനെൻ്റെ കഴുത്ത് പിടിച്ചിന്. പിന്നെ എനിക്കൊന്നും ഭർത്താൻ പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പാടവനെ എങ്ങനെയാണ് എൻ്റെ കഴുത്തിലെ പൊട്ടിച്ച് പായുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കഴുത്തിലെ പൊട്ടിച്ച് പായുന്നു പറഞ്ഞിട്ട് അപ്പാട് വൈരവും കൊടുത്ത് ഞാൻ ഇടപെടെ പാഞ്ഞു വന്നിന്. കാലം കൊണ്ട് പെട്ടെന്ന് എനിക്ക് പാഞ്ഞു വരുമ്പോഴത്തേക്ക് പറഞ്ഞ് എങ്ങനെയാണ് കീഞ്ഞു പോയിന്ന് ഞാൻ കണ്ടിട്ടില്ല, കീഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിളിച്ച് വൈരം കൊടുക്കുന്നുണ്ട്, ഒക്കെങ്കിലും ഒച്ച കിട്ടാതെ കൊണ്ട് ആരും കേൾക്കുന്നില്ല. അവനെ എല്ലാവർക്കും അറിയുന്നതാണല്ലേ, അതുകൊണ്ടൊരു ഞെട്ടലായിപ്പോയി. CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ അന്വേഷണമാണ് രാജേഷിനെ കുടുക്കിയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് മോഷണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. അതേസമയം ഇയാൾ മുൻപ് ഇത്തരം കേസുകളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അറസ്റ്റിന് പിന്നാലെ കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷിനെ പാർട്ടിയിൽ നിന്ന് CPIM പുറത്താക്കി. നാട്ടിലെ പരിപാടികളിലെല്ലാം സജീവമായിരുന്ന രാജേഷ് മാല മോഷണ കേസിൽ പിടിയിലായി എന്നറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. റിപ്പോർട്ടർ, കണ്ണൂർ.